ഭാരതത്തിലെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല കെറ്റാമലോൺ തകർത്തെന്ന് NCB. പിടിയിലായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ഡാർക്ക് നെറ്റിലെ പ്രധാന കണ്ണിയെന്ന NCB. ഇയാൾ 2 വർഷമായി ലഹരി വിൽപ്പന നടത്തുന്നുണ്ട് എന്നും NCB അറിയിച്ചു. അറസ്റ്റിലായ എഡിസനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, വിവരങ്ങൾ. അന്വേഷണം NCBയുടെ അന്വേഷണം തുടരുന്നതിനിടെയാണ് പ്രധാനമായും ഈ ക്രിപ്റ്റോ കറൻസി ഇടപാടും ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയിലെ പ്രധാനപ്പെട്ട കണ്ണി തന്നെയാണ് എഡിസൺ എന്ന കാര്യമാണ് NCB ചൂണ്ടിക്കാണിക്കുന്നത്. ഡാർക്ക് നെറ്റിലെ പ്രധാന കണ്ണിയാണ്. മാത്രമല്ല കെറ്റാമലോൺ ഡാർക്ക് നെറ്റ് വഴി മാസം കൈകാര്യം ചെയ്തത് 10,000 LSD ബ്ലോട്ടുകളായിരുന്നു എന്ന കാര്യമാണ്. വൻ തുക വില വരുന്ന സാമ്പത്തിക ഇടപാടുകൾ ആണ് ഇതിലൂടെ നടത്തുകയും ചെയ്തിട്ടുള്ളത്. കുപ്രസിദ്ധ ലഹരി വിൽപ്പന സംഘമായ പ്രാക്ടീസസ് ഗ്രൂപ്പുമായിട്ടും അടുത്ത ബന്ധമാണ് ഇയാൾ എഡിസൺ പുലർത്തിയിരുന്നത് എന്ന കാര്യവും NCB ചൂണ്ടിക്കാണിക്കുന്നു. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും എഡിസണിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്യുന്നത്. ഇയാളുടെ സഹായിയെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. പണമിടപാടിനായി ഉപയോഗിച്ചത് വെനേറോ ക്രിപ്റ്റോ കറൻസി ആണ് എന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. പിടിച്ചെടുത്തത് 70 ലക്ഷം രൂപയോ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസിയാണ്. ആ തുകയ്ക്കുള്ള ഇടപാടുകൾ ലഹരി വിൽപ്പനയാണ് നിലവിൽ നടത്തിയിരുന്നത്. അതിനിടയിലാണ് പിടിയിലാവുന്നത്. ഇയാളെ സഹായി NCB കസ്റ്റഡിയിലുണ്ട്. സഹായിൽ നിന്നും പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ലഹരി വിൽപ്പന നടത്തുന്ന ആളുകൾക്ക് അതിന്റെ വിൽപ്പനയുടെ അളവ്, മാരക ലഹരിയുടെ വിൽപ്പനയുടെ അളവ് അനുസരിച്ച് വിവിധ ലെവലുകൾ നൽകിയിരുന്നു. അങ്ങനെ 5 ലെവലുകൾ വരെയാണ്, 5 സ്റ്റാറുകൾ വരെയാണ് അത്തരം ആളുകൾക്ക് നൽകിയിരുന്നത്. അങ്ങനെയുള്ളതിൽ ഡാർക്ക് നെറ്റിലെ ലെവൽ 4 വെണ്ടർ ആയിരുന്നു പിടിയിലായ ആളെന്ന കാര്യം കൂടി അന്വേഷണ സംഘത്തിന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചെല്ലാം കൂടുതൽ ആളുകളുണ്ടോ ഈ കേസിൽ, കൂടുതൽ പങ്കാളിത്തമുണ്ടോ എന്നിവ സംബന്ധിച്ചെല്ലാം വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പ്രധാനമായും കടന്നിരിക്കുന്നത്. ഈ കെറ്റാമലോൺ എന്ന പേരിൽ ഡാർക്ക് നെറ്റ് വഴി രാസലഹരി എത്തിക്കുന്ന ശൃംഖലയാണ് തകർത്തിരിക്കുന്നത്. മൂവാറ്റുപുഴ സ്വദേശിയും ഒപ്പം തന്നെ ഇയാളുടെ സഹായിയുമായിരുന്നു പിടിയിലായത്. 1127 ബ്ലോട്ട് LSD, ഒപ്പം തന്നെ 131 ഗ്രാം കെറ്റമിൻ, ക്രിപ്റ്റോ കറൻസി എന്നിവയെല്ലാം തന്നെ പിടിച്ചെടുത്തിരുന്നു. 35 ലക്ഷത്തിലധികം രൂപ വില വരുന്നതായിരുന്നു പിടിച്ചെടുത്ത ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യമെന്ന് പറയുന്നത്. വളരെ നാളായുള്ള നിരീക്ഷണത്തിന് ശേഷമാണ് 28-ന് കൊച്ചിയിലെത്തിയ തപാൽ പാഴ്സലുകളിൽ നിന്നായിരുന്നു ഈ LSD ബ്ലോട്ട് അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. കോട്ടയം സ്വദേശിയാണ് പാഴ്സലുകൾ ഡാർക്ക് നെറ്റ് വഴി ഓർഡർ ചെയ്തതെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി. തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്, ഇയാളിലേക്ക് അന്വേഷണം എത്തുന്നത്. പിന്നീട് അടുത്ത ദിവസം NCB നടത്തിയ പരിശോധനയിൽ ബാക്കി ലഹരി വസ്തുക്കൾ കൂടി ഇയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. ഡാർക്ക് നെറ്റ് മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിച്ച പെൻഡ്രൈവ്, ഒപ്പം തന്നെ ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ, ഇടപാടുകാരുടെ വിവരങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്കുകൾ, ഒപ്പം തന്നെ ഹാർഡ്വെയർ വാലറ്റ് എന്നിവയെല്ലാം തന്നെ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉപകരണങ്ങളുടെ എല്ലാം പരിശോധനകൾ ഇനി പ്രധാനമായും പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുക. പ്രധാനമായും വലിയ ഒരു ലഹരി ശൃംഖലയിലെ കണ്ണിയെ തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ ലഹരി വിൽപ്പന നടത്തിയ കൂടുതൽ ആളുകൾ ഉണ്ട്. കറൻസി വഴി, ക്രിപ്റ്റോ കറൻസി വഴി വാങ്ങിക്കൊണ്ട് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിട്ടുള്ള, ഡാർക്ക് നെറ്റ് വഴി വിൽപ്പന നടത്തിയിട്ടുള്ള ആളുകൾ ഇനിയും ഉണ്ട് ഈ കണ്ണികളിൽ എന്ന കാര്യം തന്നെയാണ് NCB ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ശരി ജിജേഷ്.